മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി നമ്മൾ ആദ്യം പോകുന്നത് മ്യാൻമർ ഭൂചലനം സംബന്ധിച്ച പുതിയ വിവരങ്ങളിലേക്കാണ്. മരണസംഖ്യ 1644 3000-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തകർന്നടിഞ്ഞ പല സ്ഥലങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുമില്ല. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മെറിൻ, ഈ മരണസംഖ്യ ഉയരുന്നുണ്ട്. എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. മ്യാൻമാർ ബാങ്കോക്ക് ഭൂചലനത്തിൽ ഇപ്പോൾ മരണം 1600 ആയിരിക്കുന്നു. 1644 മരണമാണ് ഇപ്പോൾ അവിടെ പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 3000-ലധികം പേർക്ക് പരിക്കേറ്റെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. നേരത്തെ തന്നെ US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ഈ ഒരു ദുരന്തത്തിൽ മരണം 10,000 ആയേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്രത്തോളം ഒരു വലിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ്. ബഹുനിര കെട്ടിടങ്ങളും പാലങ്ങളും ദേശീയപാതകളും എല്ലാം തകർത്തെറിഞ്ഞ ഒരു ഭൂചലനമാണ്. മ്യാൻമാറിനെ അപ്പാടെ തകർത്തെറിഞ്ഞ ഒരു ഭൂചലനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ആ മേഖലയിൽ എത്താനായിട്ടില്ല എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ പ്രധാനമായും രക്ഷാദൗത്യത്തിനിടെ തുടർ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നൈപെഡോ നഗരത്തിലും അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ പ്രധാന ഭാഗങ്ങളും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഇതും രക്ഷാദൗത്യത്തിന് ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ നേരത്തെ തന്നെ സഹായവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി നേരത്തെ 15 ടൺ അവശ്യ വസ്തുക്കൾ മ്യാൻമാറിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ 2 വിമാനങ്ങൾ കൂടി മ്യാൻമാറിലെത്തിയിട്ടുണ്ട്. നേരത്തെ അധികം താമസിയാതെ തന്നെ 4 നാവികസേന കപ്പലുകൾ കൂടെ മ്യാൻമാറിൽ എത്തുമെന്ന് തന്നെയാണ് വിവരം. നേരത്തെ മ്യാൻമാർ സൈനിക ഭരണകൂടവുമായി അത്ര നല്ല ബന്ധം പുലർത്താത്ത അമേരിക്ക വരെ മ്യാൻമാറിന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാറിലെ സൈനിക മേധാവിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഒരു ദുഷ്കരമായ ഈ ഒരു സമയത്ത് മ്യാൻമാറിനൊപ്പം നിൽക്കുന്നു, എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധമാണെന്നും മോദി അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച മോദി ബാങ്കോക്കിലേക്ക് തിരിക്കും. അദ്ദേഹം അവിടെ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് ബാങ്കോക്കിലേക്ക് തിരിക്കുന്നത്. ഉച്ചകോടിക്ക് ഈ ഒരു ദുരന്തത്തിനിടയിലും ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ബാങ്കോക്ക് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മ്യാൻമാറിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണം ഉയർന്നേക്കുമെന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, മ്യാൻമർ ഭൂചലനത്തിൽ മരണസംഖ്യ 1644 ആയിരിക്കുന്നു. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമങ്ങളും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച വിവിധ സംഘടനകളുടെ യോഗം ഇന്നാണ്. രാവിലെ 10 മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാകും യോഗം ചേരുക. ലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ കർമ്മ പദ്ധതിയെ സംബന്ധിച്ച് നേരത്തെ SKNുമായുള്ള അഭിമുഖത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഈ യോഗത്തിന്റെ മറ്റ് ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാകും സലീം? ഉന്മേഷ, സംസ്ഥാനത്തെ ലഹരി ഉപയോഗം വലിയ തരത്തിൽ അത് പിടിവിട്ടു പോകുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. SKNet 40യുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കും, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യമായ ഇടപെടലുണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവിധ സംഘടനകളുടെ യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമാണ്. കാരണം സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ലഹരിവേട്ട ഉണ്ടായിരുന്നു. അത് ഈ ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് ഏതൊക്കെ നിലയിൽ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി സർക്കാരിന് മുൻപിൽ ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ലഹരിവേട്ട വ്യാപിക്കുന്നതിനൊപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടയിടാൻ എന്തൊക്കെ നിർദ്ദേശം ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ യോഗത്തിൽ ആരായുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളെ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളെയും
ക്ഷണിച്ചിട്ടുണ്ട്. മാധ്യമപ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിയമസഭാ ഹാളിലെ ശങ്കരനാരായണൻ നമ്പി ഹാളിലാണ് ഇന്നത്തെ യോഗം നടക്കുക. വിശാലമായ ചർച്ച ഇന്ന് രാവിലെ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഈ ചർച്ചയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചതിന് ശേഷം സംസ്ഥാനം ഒരു കർമ്മപദ്ധതിയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 യാത്ര എറണാകുളം ജില്ലയിൽ 3-ാം ദിനമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് RC കണ്ഠൻ നായർ പ്രത്യേക മോർണിംഗ് ഷോ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ ഡോക്ടർ ജോ ജോസഫ്, തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബി എന്നിവർ SKN40 യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. രാവിലെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ മോർണിംഗ് ഷോ അവസാനിക്കും. ശേഷം MG റോഡ് ജോയ് ആലുക്കാസ്, പാലാരിവട്ടം സൈലം സെന്റർ, ക്രൗൺ പ്ലാസ ഹോട്ടൽ, അങ്കമാലി MyG ഷോറൂം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ യാത്ര പര്യടനം നടത്തും. രാത്രി 7 മണിക്ക് അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാകും എറണാകുളം ജില്ലയിലെ പര്യടനം അവസാനിക്കുക. ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി സംഘടനകളും പൊതുജനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ RC കണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്തുണയുമായി റിച്ച് മാക്സ് ഗ്രൂപ്പ്. SKN40ക്ക് എല്ലാ ആശംസകളും നേരുന്നുവെന്നും ലഹരിക്കെതിരെ ശക്തമായി പോരാടേണ്ട സമയം അതിക്രമിച്ചുവെന്നും റിച്ച് മാക്സ് ഗ്രൂപ്പ് MDയും വാളത്ത് ജ്വല്ലറി ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാളത്തും ഭാര്യയും അധ്യാപികയുമായ സ്റ്റെല്ല മരിയ തോമസും വ്യക്തമാക്കി. യാത്രയുടെ ഭാഗമായി നമ്മൾ ജോർജ് ജോൺ വാലത്ത് ചെയർമാനായ റിച്ച് മാക്സിൽ എത്തിയിരിക്കുന്നു. ഹലോ, വെൽക്കം. താങ്ക് യു. 6 സംസ്ഥാനങ്ങളിലായി ശാഖകളുള്ള സ്ഥാപനമാണ് റിച്ച് മാക്സ് ഗ്രൂപ്പും വാളത്ത് ജ്വല്ലറിയും. കളമശ്ശേരിക്കും ആലുവയ്ക്കും പിന്നാലെ വാളത്ത് ജ്വല്ലറിയുടെ 3ാമത്തെ ഷോറൂം കാലടി കാഞ്ഞൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. റിച്ച് മാക്സ് ഫിൻവെസ്റ്റ്, ടൂർസ് ആൻഡ് ട്രാവൽസ്, മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടൻസി എന്നിവ ചേർന്നതാണ് റിച്ച് മാക്സ് ഗ്രൂപ്പ്. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെയുള്ള SKN40 യാത്രയ്ക്ക് റിച്ച് മാക്സിന്റെ പൂർണ്ണ പിന്തുണ. ഞങ്ങളും ഇതേപോലെ 10-40 സ്കൂളുകളിലൊക്കെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റികളുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലൊരു സാമൂഹ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലോ. താങ്കളെപ്പോലുള്ളവർ 10-40 വർഷമായിട്ടുള്ള ഇതിൽ നിൽക്കുന്നവർ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും അതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. എറണാകുളം ജില്ലാ പര്യടനത്തിന്റെ 2ാം ദിവസമാണ് ആലുവയിലെ റിച്ച് മാക്സ് ഓഫീസിൽ SKN എത്തിയത്. ലഹരി വ്യാപനത്തിനെതിരെ സ്ഥാപനത്തിലെ ജീവനക്കാർ ഒന്നാകെ കൈകോർത്തു. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. എന്താ പേര്? ഇവിടെ എന്തോ നടക്കുന്നത്? ഫിനാൻസ് കമ്പനിയാണ്. അതെനിക്ക് മനസ്സിലായി. ഞങ്ങൾ സപ്പോർട്ടാണ്, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. കൗമാരക്കാരുടെ ഇടയിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തെ അപലപിക്കുകയാണ് അധ്യാപികയും റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാളത്തിന്റെ ഭാര്യയുമായ സ്റ്റെല്ല മരിയ തോമസ്. കൊറോണ ലോക്ക്ഡൌൺ കാലത്തിന് അതിനുശേഷം വന്ന മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു പെരുമാറ്റത്തിൽ, മറ്റേതെന്ന് പറഞ്ഞാൽ വളരെ ആദരവും സ്നേഹവും അവർ കാണിച്ച് പെരുമാറുന്ന ആ ഒരു പെരുമാറ്റത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ പുറമേ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് വളരെ അധികമായിട്ട് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയുന്നത് കേട്ട് വിശ്വസിച്ചനുസരിക്കുന്നതിനേക്കാൾ പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി ചെയ്യാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് വരുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ മുന്നേറുന്ന റിച്ച് മാക്സ് ഗ്രൂപ്പിന് എല്ലാ പിന്തുണയുമെന്ന്
SKNും 24ന്റെ ഉദ്യമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി റിച്ച് മാക്സ് ഗ്രൂപ്പും വ്യക്തമാക്കി. 24 കൊച്ചി. SKN നയിക്കുന്ന കേരളയാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN 40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും യാത്രയുടെ പൂർണ്ണരൂപം ലഭ്യമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോട്ടയം പനച്ചിക്കാട് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. നെല്ലിക്കൽ സ്വദേശി മഹേഷിനാണ് മർദ്ദനമേറ്റത്. വാഹന ഉടമ സജിയെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഇത് എന്തിനായിരുന്നു ഈ ക്രൂരമർദ്ദനം? ടോബി, ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വാഹന ഉടമയുടെ വീട്ടിൽ മദ്യപിച്ചെത്തി ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി. വാക്കത്തി ഉപയോഗിച്ച് വാക്കത്തിയുമായി എത്തിയായിരുന്നു ബഹളം വെച്ചത്. ഇതേ തുടർന്ന് ഈ വാക്കത്തി പിടിച്ചു വാങ്ങിയതിനു ശേഷം ഈ ഡ്രൈവറായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സജിയും മകനും ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര തർക്കത്തിൽ ഒരു മർദ്ദനത്തിലേക്കും എത്തിയതെന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. വടികൊണ്ട് കമ്പി കൊണ്ടും അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ മർദ്ദനത്തെ തുടർന്ന് ഈ മഹേഷ് എന്ന് പറയുന്ന ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ആശുപത്രിയിലാണ്. അയൽവാസികളടക്കം ഇത് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. തുടർന്ന് അയൽവാസികൾ വിളിച്ചതിനെ തുടർന്നാണ് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഉന്മേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് ഈ മർദ്ദന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു വാർത്ത ശ്യാംകുമാർ അറിയിക്കുന്നുണ്ട്. കൊച്ചി സിറ്റിയിൽ 500 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നു. പ്രതി മുഹമ്മദ് നിഷാം അറസ്റ്റിലായി. വീട്ടിലാണ് ഈ MDMA സൂക്ഷിച്ചിരുന്നത്. 500 ഗ്രാം MDMA എന്നാണ് ഇപ്പോൾ ശ്യാം അറിയിക്കുന്നതോടൊപ്പം തന്നെ മരടിൽ 5 ഗ്രാം ഹെറോയിൻ പിടികൂടി. 2 അസം സ്വദേശികൾ പിടിയിലായിട്ടുണ്ട് എന്നുകൂടി ശ്യാംകുമാർ അറിയിക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ താൽക്കാലിക അധ്യാപകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഭാവിയിൽ മൂല്യനിർണ്ണയ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനൊപ്പം പ്രത്യേകം നിശ്ചയിച്ച പരീക്ഷയുടെ മുഴുവൻ ചെലവും ഈ അധ്യാപകൻ മുടക്കേണ്ടി വരും. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ചേരുന്ന പ്രത്യേക യോഗത്തിൽ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്ന ആശാ വർക്കേഴ്സ് നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സമരം തുടങ്ങി 50-ാം ദിനമാണ് മുടിമുറിക്കൽ പ്രതിഷേധം. ഇത്രയും ദിവസമായിട്ടും സർക്കാർ സമരക്കാരെ പരിഗണിക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം. 154 ലോകരാജ്യങ്ങളിലെ 700 തൊഴിലാളി സംഘടനകൾ അംഗമായുള്ള ആഗോള തൊഴിലാളി ഫെഡറേഷൻ പബ്ലിക് സർവീസ് ഇന്റർനാഷണൽ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. മുടിമുറിക്കൽ സമരത്തോടെ ആഗോളതലത്തിൽ സമരത്തിന് പിന്തുണയേറും എന്നാണ് ആശാ വർക്കേഴ്സിന്റെ അവകാശവാദം. ഇന്ന് രാപകൽ സമരത്തിന്റെ 49-ാം ദിനവും നിരാഹാര സമരത്തിന്റെ 11-ാം ദിനവുമാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഗൾഫിലെങ്ങും നടക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ സൗദിയിൽ ഇന്നലെ ഷവ്വാൽ മാസപ്പിറ കണ്ടതോടെ ഇന്ന് ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് സൗദി സുപ്രീം കോടതിയാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ ഒമാൻ ഒഴികെയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ചെറിയ പെരുന്നാളായി പ്രഖ്യാപിച്ചു. ഒമാനിൽ ഇന്നലെ മാസപ്പിറ കാണാത്തതിനാൽ ഇന്ന് റമദാൻ 30 പൂർത്തിയാക്കും. നാളെയാണ് ഒമാനിൽ ചെറിയ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിനായി സൗദിയിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി. സൗദിയിൽ മാത്രം 4000-ഓളം ഈദ്ഗാഹുകൾ ഉൾപ്പെടെ 20,000-ഓളം സ്ഥലങ്ങളിലാണ് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും. ഇന്നലെ മാസം കണ്ടതോടെ തന്നെ വിശ്വാസികൾ തക്ബീർ ധ്വനികൾ മുഴക്കി പെരുന്നാളിനെ സ്വാഗതം ചെയ്തു. ഫിത്ർ സക്കാത്തിന്റെ ഭാഗമായി അരിയും മറ്റു ധാന്യങ്ങളും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. മൈലാഞ്ചിയിട്ടും മധുരം വിതരണം ചെയ്തും ആശംസകൾ കൈമാറിയും മലയാളികൾ ഉൾപ്പെടെ വിദേശികളും ആഘോഷത്തിന് തുടക്കമിട്ടു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വെടിക്കെട്ടും കലാപരിപാടികളും ഉൾപ്പെടെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ.
കണ്ണൂരിലെ മാടായി പള്ളിയും മാടായി കാവും ചേരുന്നത് മതമൈത്രിയുടെ ചരിത്രശേഷിപ്പുകൾ അവശേഷിക്കുന്നിടത്താണ്. വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ ആ ചരിത്രത്തിലേക്ക് വീണ്ടും. മനോഹരമായ കിള്ളി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായി പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം. മാടായി പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്കു പള്ളിയുടെ മിനാരങ്ങൾ കാണാം. വടക്ക് മാടായി കാവും. വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട്. പള്ളി പണിയാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറക്കൽ തമ്പുരാനാണെന്നത് ചരിത്രം. 1342 സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മാടായി പള്ളിയിലെത്തിയ ശേഷം ഇങ്ങനെ എഴുതി: അവിടുത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു. തോറ്റമ്പാട്ടി പറയുന്നുണ്ടല്ലോ, മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി മാടായി മലനാട്ടിലെ പള്ളി മാടായി പള്ളി എന്നാണ്. അതായത് മക്കത്ത് പള്ളി ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ മലബാറിൽ പള്ളി ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പള്ളിയാണ് മാടായി പള്ളി എന്നാണ്. മാത്രമല്ല വടക്കേ മലബാറിൻ്റെ മതമൈത്രിയുടെ ഒരു പ്രധാന ഗേഹം കൂടിയാണ് മാടായി പള്ളി. ഇതിൻ്റെ ഈ സ്ഥലം നൽകിയത് ചിറക്കൽ രാജാവാണ്. അത്രമേൽ ഹൈന്ദവ മുസ്ലിം സാഹോദര്യം അക്കാലഘട്ടത്തിൽ ഇക്കാലഘട്ടത്തിലുണ്ട്. നോമ്പ് നാളുകളിൽ മാടായി പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നതാണ്. 200-ൽ പരം ആൾക്കാർ, ചിലപ്പോൾ 300 വരെ ആൾക്കാർ നോമ്പ് തുറക്കെത്താറുണ്ട്. അതിൽ വൈവിധ്യങ്ങളായ ജനങ്ങൾ, അതായത് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. എല്ലാവരും നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് അവർ നോമ്പ് തുറന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു തിരുമുറ്റമാണ് മാടായിപ്പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നത്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി കൊച്ചിയിൽ വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA ഇപ്പോൾ പിടികൂടി. പ്രതി മുഹമ്മദ് നിഷാം അറസ്റ്റിലായിട്ടുണ്ട്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊച്ചിയിലാണ് ഇപ്പോൾ MDMA പിടികൂടിയിരിക്കുന്നത്. 500 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നിഷാം എന്നയാൾ അറസ്റ്റിലായിട്ടുണ്ട്. വീട്ടിലാണ് 500 ഗ്രാം MDMA സൂക്ഷിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മരടിൽ 5 ഗ്രാം ഹെറോയിനും പിടികൂടിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചി സിറ്റിയിൽ ഈയിടെ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിവേട്ടകളിൽ ഒന്നാണ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുന്നത്. കൊച്ചി നർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിവേട്ടയിൽ 500 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. എളമക്കരയിലെ വീട്ടിലാണ് പ്രതി മുഹമ്മദ് നിഷാം ഈ MDMA സൂക്ഷിച്ചത്. ഈ ലഹരിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അവിടെ പോലീസിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മരട് സ്റ്റേഷനിൽ 5 ഗ്രാം ഹെറോയിനുമായി 2 അസം സ്വദേശികളെ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും ലഹരിക്കെതിരായ ശക്തമായ നടപടികളുമായി പോലീസ് പോകുന്നതിനിടെയാണ് ഏറ്റവും വലിയ ലഹരിവേട്ടകൾ ഒന്ന് നടന്നിരിക്കുന്നത്. 500 ഗ്രാം MDMA, ലക്ഷങ്ങൾ വില വരുന്ന MDMA എന്ന രാസലഹരിയാണ് ഇപ്പോൾ വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്ന പ്രതിയെ അടക്കം പിടികൂടിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പെൺസുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഹലോ അയച്ചതിന്റെ പേരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2-3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പൂച്ചാക്കൽ പോലീസ്. മുഖ്യപ്രതി അരൂക്കുറ്റി സ്വദേശി പ്രഭജിത്തും 2 കൂട്ടുപ്രതികളും നേരത്തെ പിടിയിലായിരുന്നു. കേസിൽ പ്രഭജിത്തിന്റെ പെൺസുഹൃത്ത് മേരി സെലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ പ്രേരണയിലാണ് യുവാവിനെ മർദ്ദിച്ചത് എന്ന് പോലീസ് അറിയിച്ചു. അക്രമത്തിൽ പരിക്കേറ്റ അരൂക്കുറ്റി സ്വദേശി ജിബിന്റെ വാരിയലൊടിഞ്ഞു. ശ്വാസകോശത്തിനും നട്ടെല്ലിനും മുതുകിനും ഗുരുതര പരിക്കേറ്റ ജിബിൻ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപാണ് ജിബിനെ രാത്രി 10 മണിയോടെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. ഖസാക്കിന്റെ ഇതിഹാസകാരൻ OV വിജയന്റെ ഓർമ്മ ദിനമാണിന്ന്. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു OV വിജയൻ. പരാശരൻ ഉണർന്നു, എത്രയുറങ്ങി അറിഞ്ഞില്ല. ബോധിസത്വന്റെ കണ്ണീരുപോലെ തന്റെ മേൽ മഴ പെയ്യുകയും വരളുകയും ചെയ്തിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ മലയാളി അതുവരെ ശീലിച്ചതിൽ നിന്ന് വേറിട്ടൊരു വായനാലോകം സമ്മാനിച്ചു OV വിജയൻ.
തസ്രാക്കും പരിസരവും രവിയും അള്ളാപ്പിച്ച മുല്ലാക്കയും നൈസാമലിയും മൈമൂനയും അപ്പുക്കിളിയുമെല്ലാം ഓരോ വായനക്കാരനെയും ഇന്നും വിടാതെ പിന്തുടരുന്നു. ചെറുകഥയിലൂടെ, നോവലിലൂടെ, ലേഖനത്തിലൂടെ, കാർട്ടൂണിലൂടെ ആ മൗനത്തിൽ പോലും സമാന്തര സഞ്ചാരം സാധ്യമായ വഴികളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അടിയന്തരാവസ്ഥയും മുതൽ വർത്തമാനകാല രാഷ്ട്രീയ അധികാര ഭരണകൂട ചലനങ്ങളെ ധർമ്മപുരാണം വിചാരണ ചെയ്യുന്നു. ധർമ്മപുരാണത്തിന്റെ ഭാഷ തിളയ്ക്കുന്ന ക്ഷോഭത്തിന്റേതാണ്, ഗുരുസാഗരത്തിന്റേതാകട്ടെ ശാന്തതയുടേതും. ഓവിയുടെ എഴുത്തുകളുടെയും വരയുടെയും ലോകം വിശാലമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെപ്പോലും സ്നേഹത്തോടെയും സൗമ്യതയോടെയും നേരിട്ട കഥാകാരൻ. മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, നോവലും കഥകളും ഓർമ്മക്കുറിപ്പുകളും വിവർത്തനങ്ങളുമായി എത്രയെത്ര രചനകൾ. പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, മറ്റ് നിരവധി അംഗീകാരങ്ങൾ. മറക്കാനാകില്ല. ചിന്തകളുടെ ധാരാളിത്തമില്ലാതെ മനസ്സും ഹൃദയവും കൊണ്ട് ഒ.വി. വിജയൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. റിസർച്ച് ഡെസ്ക് 24. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ശ്രേഷ്ഠ ബസൂലിയസ് ജോസഫ് ബാവയുടെ സ്ഥാനാരോഹണം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിനോട് ചേർന്നുള്ള അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 1:30 കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന ബാവയെ സഭാ ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് ഈ ചടങ്ങ് സംബന്ധിച്ച വിവരങ്ങൾ? ഉന്മേഷ്, യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയുടെ സ്ഥാനാരോഹണമാണ് ഇന്ന് നടക്കുക. ഇന്ന് ആസ്ഥാനമായ പുത്തൻകുരിശിലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വലിയ മെത്രാപ്പോലിത്ത എബ്രഹാം മോർ സെവോറിയസ് ആണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടാണ് അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ബാവ എത്തുക. അവിടെ ബാവയെ സഭാ ഭാരവാഹികളും വിശ്വാസികളും അടക്കം ചേർന്ന് വലിയ സ്വീകരണം നൽകും. പിന്നീട് അദ്ദേഹത്തെ സഭ ആസ്ഥാനത്തേക്ക് എത്തിക്കും. വൈകിട്ട് 5 മണിക്കാണ് കാതോലിക്ക ബാബയെ അനുമോദിച്ചുള്ള പൊതുസമ്മേളനവും അതിനു മുൻപ് സ്ഥാനാരോഹണ ശുശ്രൂഷകളും നടക്കുക. സഭയിലെ എല്ലാ പ്രതിനിധികളും പാത്രിയാർക്കീസ് ബാബയുടെ പ്രതിനിധികളും മെത്രാപ്പോലിത്തമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങാണ് ഇന്ന് പുത്തൻകുരിശിൽ നടക്കാനിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പുതിയ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചായുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈജിപ്തും ഖത്തറും നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിക്കുന്നത്. ആഴ്ചയിൽ 5 ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി ഘട്ടത്തിൽ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ 24 പേർ കൊല്ലപ്പെട്ടു. റഫേലും ഇസ്രായേലിന്റെ ആക്രമണം. ഈജിപ്തും ഖത്തറും നിർദ്ദേശിച്ച പുതിയ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്ന ഹമാസിന്റെ അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. ഇതിന് പിന്നാലെ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുണ്ടക്കൈ ചുരുൾമല ദുരന്തത്തിന് ഇരകളായ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതിയുമായി മലബാർ ഗ്രൂപ്പ് ഉയിർപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ ദുരന്ത മേഖലയിലെ 134 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. ടി സിദ്ദിഖിന്റെ MLA കെയർ പദ്ധതിയുമായി സഹകരിച്ചാണ് ഉയിർപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ദുരന്തത്തെ അതിജീവിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചേർത്തുപിടിക്കലാണ് ഉയിർപ്പ് പദ്ധതി. 134 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായാണ് മലബാർ ഗ്രൂപ്പും ടി സിദ്ദിഖിന്റെ MLA കെയറും കൈകോർക്കുന്നത്. പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രിയങ്ക ഗാന്ധി MP. I am very happy to be here amongst you today and to launch the scholarship program which is aptly named Oyariya, which means arise in Malayalam. This has been very generously funded by the Malabar Charitable Trust, and I saw just now I was shown some papers about how the work that they are doing all across India, and I must commend them on the great work they are doing, especially for women and for children. MBBS, എഞ്ചിനീയറിംഗ്, ITI തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകളിൽ പഠനം നടത്താനുള്ള സഹായമാണ് നൽകുക. 2 കോടി രൂപയാണ് പദ്ധതിക്കായി മലബാർ ഗ്രൂപ്പ് നീക്കിവെക്കുന്നത്. പറഞ്ഞു ഇതൊരു വലിയ കാര്യമാണ്, നമുക്കിത് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യും. അങ്ങനെ ഞങ്ങളെ ബോർഡിൽ ചർച്ച ചെയ്തു, ബോർഡ് തീരുമാനമെടുത്തു, അംഗീകരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട് ഞങ്ങൾ ഏറ്റെടുത്തത്. ദൈവാനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ ടി സിദ്ദിഖ് MLA, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, AP അനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ എന്നിവർ പങ്കെടുത്തു. 24 വയനാട്. മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു.